നിയന്ത്രണങ്ങളില്ലാതെ നമുക്ക് പറഞ്ഞു നോക്കാം. എന്താണ് ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് എൻ്റെ മുന്നിൽ ഫൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഫൈ ഓഫ് എക്സ് കോമ വൈ. ഈ ഫൈ ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. എക്സിലും വൈയിലും എഴുതപ്പെട്ടിട്ടുള്ള ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ് ആര്, ഫൈ ഓഫ് എക്സ് കോമ വൈ എന്ന് പറയണത്. ഇയാൾ ഹാർമോണിക് ആവുക എപ്പോഴാണ് എന്നാണ് ചോദിക്കുന്നത്. ഇയാൾ എപ്പോഴാണ് ഹാർമോണിക് ആവുക എന്നാണ് ചോദിക്കുന്നത്. അവിടെ പറയണത് എന്താണെന്നറിയോ, ഫൈ ഓഫ് എക്സ് കോമ വൈ ഹാർമോണിക് ആവണമെന്നുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരന് കണ്ടിന്യൂസ് ആയ ഫസ്റ്റ് ഓർഡർ ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവുകൾ ഉണ്ടാവണം. പാർഷ്യൽ ഡെറിവേറ്റീവുകൾ ഉണ്ടാവണം. എന്ത് കണ്ടിന്യൂസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്? ഫൈ എന്ന് പറയുന്ന പുള്ളിക്കാരനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുക, ഫൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക. ഫൈനെ എക്സ് എക്സ് ഫൈ വൈ വൈ ഒരാളും കൂടെ അല്ലേ, ആരാ, ഫൈ എക്സ് വൈ. ഇത് പിന്നെ ഫൈ വൈ എക്സിന് ഈക്വൽ ആയതുകൊണ്ട് ഏതെങ്കിലും ഒന്ന്. ഇതാണ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവുകളും സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവുകളും. ഇവരെന്തും കൂടെ എവിടെന്നാ പറയണത്? അത് ആദ്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പുള്ളിക്കാരൻ എന്തായിരിക്കണം എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്? അത് കണ്ടിന്യൂസ് ആയിരിക്കണം. മതിയോ? പോരാ, കണ്ടിന്യൂസും കൂടെ ആയാൽ പോരാ. ബാക്കി എന്താണ് അവിടെ പറയണത്? They should satisfy Laplace equation. അവർ എന്ത് സാറ്റിസ്ഫൈയും കൂടെ ചെയ്യണം എന്നാ പറയണത്? ലാപ്ലേസിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈയും കൂടെ ചെയ്യണം എന്നാ പറയുന്നത്. എന്ത് ലാപ്ലേസിന്റെ ഇക്വേഷൻ? അതാണ് അവിടെ ചോട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഫൈ എക്സ് എക്സ് പ്ലസ് ഫൈ വൈ വൈ ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ കൂടെ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് എന്ത് സന്തോഷമായി? ഈ പുള്ളിക്കാരൻ ഹാർമോണിക് ആയി എന്ന് പറയാനായിട്ട് സാധിക്കും. എന്താ ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? അത്രയേ ഉള്ളൂ, സിമ്പിൾ സാധനമാണ്. ഫൈ ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്ന ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. എക്സിലും വൈയിലും എഴുതപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. ആ പുള്ളിക്കാരന് ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും പാർഷ്യൽ ഡെറിവേറ്റീവുകൾ ഉണ്ടാവുകയും അവർ കണ്ടിന്യൂസ് ആവുകയും വേണം. അയാള് എന്ത് സാറ്റിസ്ഫൈയും കൂടെ ചെയ്യണമെന്നാ പറയണത്? ഫൈ എക്സ് എക്സ് പ്ലസ് ഫൈ വൈ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പുള്ളിക്കാരൻ എന്താണെന്ന് പറയാം? ഹാർമോണിക് ആണ് എന്ന് പറയാം. ഇവിടെ ഡൊമെയിൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് ഡൊമെയിനിൽ എന്നൊക്കെ നമ്മളവിടെ ശരിക്കും ചർച്ച ചെയ്യേണ്ടതാണ്. തൽക്കാലം സംഭവം മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഞാൻ ആ ഡൊമെയിനൊക്കെ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ if I consider an example, let f of phi എന്ന് പറയുന്നതിനെ ഞാൻ phi എന്ന് പറയുന്നത് ഞാൻ phi of x, y എന്ന് പറയുന്നത് x സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് എടുത്തു എന്ന് വിചാരിക്കാം. phi of x, y എന്ന് പറയുന്നത് x സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഈ പുള്ളിക്കാരൻ കണ്ടിന്യൂസ് ആണ് ഇൻ എ ഡൊമെയിൻ ഡി. അതിൽ സംശയമില്ലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവുകൾ ഫൈ എക്സ് വേണം. ഫൈ എക്സ് ആര, എക്സ് സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 2x ആണ്. വൈ സ്ക്വയറിന് 0 വരും. വരില്ലേ? ഫൈ എക്സ് എക്സ് അതാരാ വരിക? 2. ഇവർ രണ്ടുപേരും എന്താണ്? കണ്ടിന്യൂസ് ആണ്. സംശയമില്ലല്ലോ? ഇല്ല. ഇനി ഫൈ വൈ വേണം. വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y. സംശയമില്ലല്ലോ? ഇല്ല. ഫൈ വൈ വൈ എന്താ അത് വരിക? -2. ഈ പുള്ളിക്കാരും റിയൽ ഫങ്ഷൻസ് ആണ്. അവരും എന്താണത്? കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവുകളും സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവുകളും എക്സിസ്റ്റ് ചെയ്യുകയും അവരെന്താവുകയും ചെയ്തു? കണ്ടിന്യൂസ് ആവുകയും ചെയ്തു. ഇതിൽ സംശയമുണ്ടോ? സംശയമില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? Does it satisfy this equation phi xx plus phi yy equal to 0 എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യൂ എന്നുള്ളത് നോക്കണം. phi xx ആരാ? 2 പ്ലസ് phi yy ആരാ? -2, -2. ഇതിനെ കൂടെ ചെയ്ത് എന്താ കിട്ടുക? 0. It satisfies ലാപ്ലേസിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഹെൻസ് ആ പുള്ളിക്കാരൻ എന്തായി? ഹാർമോണിക്കായി. അതുകൊണ്ട് ആ പുള്ളിക്കാരൻ എന്തായി? ഹാർമോണിക്കായി. ഇവിടെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തൊക്കെയാ പറയണത്? നോക്കാം നമുക്ക്.
if f of z is equal to u of x comma y and I v of x comma y is analytic in a domain D. ഇത് നമുക്ക് ആവശ്യമുള്ള ഏറ്റവും വലിയ കാര്യത്തിലേക്കുള്ള ഏറ്റവും ചെറിയ കാര്യമാണ്. എന്താ അവിടെ പറയണത്? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ, അതിനെ ഞാൻ യു പ്ലസ് ഐ വി എന്ന് വിളിച്ചു. ഈ പുള്ളിക്കാരൻ എന്ത് സ്വഭാവക്കാരനാന്നാ പറയണത്? അനലറ്റിക് ആണ് എന്നാണ് പറയണത്. പുള്ളിക്കാരൻ അനലറ്റിക് ആണ് എന്നാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ എന്താ പറയണത്? എഫ് ഓഫ് സെഡ് എന്ന് പറയണത് യു പ്ലസ് ഐ വി എന്ന് പറയുന്ന പുള്ളിക്കാരൻ അനലറ്റിക് ആണ് എന്നുണ്ടെങ്കിൽ യു എന്ന് പറയണത് എന്തായിരിക്കും? ഹാർമോണിക് ആയിരിക്കും. അതുപോലെ തന്നെ വിയും എന്തായിരിക്കും? ഹാർമോണിക് ആയിരിക്കും. അടിപൊളി അല്ലേ? യുവും ഹാർമോണിക് ആയിരിക്കും, വിയും ഹാർമോണിക് ആയിരിക്കും. എന്താ ഈ യു ഹാർമോണിക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ യുവിൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവുകൾ ഉണ്ടാവും, സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവുകൾ ഉണ്ടാവും. അവർ കണ്ടിന്യൂസ് ആവുകയും അവർ ലാപ്ലേസിൻ്റെ ഇക്വേഷൻ ആയിട്ടുള്ള യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. വി ഹാർമോണിക് ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? വിന് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവുകൾ ഉണ്ട്. ആ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവുകൾ കണ്ടിന്യൂസ് ആവുകയും സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവുകളും കണ്ടിന്യൂസ് ആവുകയും ചെയ്യുകയും അവര് വി വൈ വൈ പ്ലസ് വി എക്സ് എക്സ് ഈക്വൽ ടു 0, ഞാൻ തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ കേട്ടോ, ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലാപ്ലേസിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് അതില് വി എന്ന് പറയുന്ന ഫംഗ്ഷനെ, അതിലിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞ വി എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് യു എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് എന്നാക്കിയിട്ടാണ് വിളിക്കാനായിട്ട് സാധിക്കുക. എന്താണ് പറയണത്? വി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് ദ ഹാർമോണിക്, യു എന്നാണ് എഴുതിയിരിക്കുന്നത്, വി ഈസ് ദ ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു എന്നാണ് പറയുന്നത്. അപ്പം ഇപ്പോൾ അത് കുറച്ചും കൂടെ രസമായിട്ട് പറഞ്ഞാൽ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ യു പ്ലസ് ഐ വി എന്ന് പറഞ്ഞ അനലറ്റിക് ആണെന്നുണ്ടെങ്കിൽ യുവും വിയും ഹാർമോണിക് ആവുകയും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. എന്താണ്? വി എന്ന് പറയണത് എന്താണ്? ഇറ്റ് ഈസ് ദ ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ വി എന്ന് പറയുന്നത് ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു ആയിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമുക്ക് ഹാർമോണിക് കോൺജുഗേറ്റ് എന്താണെന്ന് പഠിക്കാനുണ്ട്, ഹാർമോണിക് കോൺജുഗേറ്റ് കാണാനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അവിടെ അറിയേണ്ട ഒരു കാര്യം, ഓക്കെ, ഇവിടെ വെരിഫൈ ദാറ്റ് ഗിവൺ ഫംഗ്ഷൻ യു ഇസ് ഹാർമോണിക് ആൻഡ് ഫൈൻഡ് ദ ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിനു മുൻപ് നമുക്ക് എങ്ങനെ ഹാർമോണിക് ആണെന്ന് നമുക്ക് നോക്കാനറിയാം അല്ലേ? ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറയുന്നതിലേക്കുള്ള ഒരു റൂട്ട് മാപ്പ് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം. എങ്ങനെയപ്പോൾ ഒരു റൂട്ട് മാപ്പ് എന്നുള്ളത്, എങ്ങനെയപ്പോൾ നമുക്ക് റൂട്ട് മാപ്പ് എന്നുള്ളത്, എന്താ ഈ റൂട്ട് മാപ്പ് ഉദ്ദേശിച്ചത്, എങ്ങനെ അങ്ങോട്ട് എത്തുമെന്ന് അറിയണ്ടേ? അതിനു വേണ്ടി അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് അനലറ്റിക് ആണെന്ന് ഇവരിവിടെ പറഞ്ഞിട്ടില്ലേ? എഫ് ഓഫ് സെഡ് അനലറ്റിക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം, ഇറ്റ് സാറ്റിസ്ഫൈസ് സി ആർ ഇക്വേഷൻ. സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലേ? സി ആർ ഇക്വേഷൻ എന്തായിരുന്നു? യു എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? വി വൈന് ഈക്വൽ ആവുകയും യു വൈ എന്ന് പറയുന്നത് നെഗറ്റീവ് വി എക്സിന് ഈക്വൽ ആവുകയും ചെയ്യും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ ഒരു കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ നിന്ന് ബിൽഡ് ചെയ്തിട്ടാണ് എങ്ങോട്ട് പോകുന്നത്? നമ്മൾ വി എന്ന് പറയുന്ന ഹാർമോണിക് കോൺജുഗേറ്റിനെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ ഇവിടെ ഒരു ഫംഗ്ഷൻ ഹാർമോണിക് ആണ് നോക്കി വെച്ചിട്ടുണ്ട്, ഇതിൽ നിന്ന് നമുക്കൊന്ന് എഴുതി പോവാം. സോ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഒന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് ബാക്കി ചോദ്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതാം. യു ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഈ പുള്ളിക്കാരൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹാർമോണിക് കോൺജുഗേറ്റ് എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ യു ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന പുള്ളിക്കാരനെ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഓക്കെ, യു എക്സ് എന്ന് പറയുന്നത് എന്താ? യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2x എന്ന് കിട്ടും. യുവിനെ
യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് -2y എന്ന് കിട്ടും. ഇനി യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ കിട്ടുക? അത് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, സോറി. യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്ത് എന്താ കിട്ടുക? -2ഉം യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2ഉം കിട്ടും. 2ഉം കിട്ടില്ലേ? അതിൽ സംശയമില്ലല്ലോ, ഇല്ല. ആൻഡ് ഇറ്റ് സാറ്റിസ്ഫൈസ് ഇയർ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചതാണ്. സാറ്റിസ്ഫൈസ് ഹാർമോണിക് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ux(x) പ്ലസ് uyy ഈക്വൽ ടു 0 ആണ് നമ്മൾ പറഞ്ഞു വെച്ചതാ. 2 പ്ലസ് -2 എന്തായിട്ട് മാറുന്നുണ്ട്? 0 ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ യു എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്താണ് നമ്മൾ പറഞ്ഞു? ഹാർമോണിക് ആണ്. നമ്മൾ അവിടെ എഴുതി വെച്ച കാര്യമാണ്. ഇനി നമുക്ക് CR ഇക്വേഷനിലേക്ക് എത്താം. CR ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് എന്താ? വാട്ട് വാസ് അവർ ഇക്വേഷൻ? CR ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? CR ഇക്വേഷൻ എന്ന് പറയുന്നത് യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തത് വിനെ വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തതിന് ഈക്വൽ ആണ്. യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തത് വിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തതിന് നെഗറ്റീവിന് ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞത്. ഈ ഇക്വേഷനിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്താ വരിക ഒന്ന് പറയൂ. ഈ ഇക്വേഷനിലേക്ക് നമ്മൾ നമ്മളുടെ വിവരങ്ങൾ ഇട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്ത് ux ആരാ? 2x ആണ്. ഈക്വൽ ടു vy എന്ന് പറയുന്ന ആളെ നമുക്ക് അറിയില്ല. സോ ഇറ്റ് മേ ബി അത് എന്തായിട്ട് തന്നെ ഞാൻ എഴുതി? vy എന്ന് തന്നെ ഞാൻ എഴുതി. സംശയം വേണ്ടല്ലോ? വേണ്ട. ഇനി uy എന്ന് പറയുന്ന ആളാരാ? uy എന്ന് പറയുന്ന ആളാരാ? -2y ആണ്. അത് എന്തിന് ഈക്വൽ ആണ്? -vx-ന് ഈക്വൽ ആണ്. ഇതിലും സംശയം വേണ്ടല്ലോ? വേണ്ട. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, vy എന്ന് പറയുന്നത് 2x ആണ് എന്നും vx എന്ന് പറയുന്നത് 2y ആണ് എന്നും നമുക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ വിനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ 2x കിട്ടുകയും വിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തപ്പോൾ 2y കിട്ടുകയും ചെയ്തു. അപ്പോൾ തൽക്കാലം ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിച്ചു എന്ന് വിചാരിക്കാം. ഐ ആം ടേക്കിംഗ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2 എന്നാണ് ഞാൻ എടുക്കണം. അടിയിൽ ഇതായതുകൊണ്ടാണ്. ഇനി എന്താ? വിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്താണ് 2y എന്ന് പറഞ്ഞാൽ എനിക്ക് വി കിട്ടണം എന്നുണ്ടെങ്കിൽ എക്സ് വെച്ച് എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോലെ. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇൻ്റഗ്രേറ്റിംഗ് with respect to x on equation number 2. equation number 2ലാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താ വരിക എന്ന് പറയൂ. vx-നെ ഞാൻ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ v എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടും, വിച്ച് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ വേരിയബിൾ x ആൻഡ് y. അതാണ് ഞാൻ അവിടെ v ഓഫ് x, y എന്ന് എഴുതാൻ കാരണം. മനസ്സിലായോ? ഈക്വൽ ടു 2y-നെ ഞാൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2yx എന്ന് വരില്ലേ? 2y-ന് ഇൻ്റഗ്രൽ 2y വിത്ത് റെസ്പെക്ട് ടു എക്സ് dx എന്ന് വരും. അപ്പോൾ അവിടെ വരില്ലേ? അപ്പോൾ എക്സ് വരില്ലേ? വരും. പ്ലസ് അവിടെ ഒരു കോൺസ്റ്റന്റ് വരും. അവിടെ ഒരു കോൺസ്റ്റന്റ് വരില്ലേ? അവിടെ ഒരു കോൺസ്റ്റന്റിൽ എക്സ് ആണോ ഉണ്ടാവുക, വൈ ആണോ ഉണ്ടാവുക? വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ആളിൽ ആരേ ഉണ്ടാവുള്ളൂ? വൈയേ ഉണ്ടാവുള്ളൂ. കാരണം എക്സിലാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റും. പറ്റില്ലേ? കോൺസ്റ്റന്റ് ആവില്ലല്ലോ. ദാറ്റ് ഇസ് ഫൈ ഓഫ് വൈ എന്നതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നോക്കൂ, വി ഡാഷ് ഓഫ് എക്സ് വൈ ഞാൻ കാണുകയാണ്. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സിലല്ല ചെയ്യണത്, വൈയിലാണ് ചെയ്യണത്. ഞാനവിടെ ഓൾറെഡി എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ വൈയിലാണ് എന്ത് ചെയ്യണത്? ഡിഫറൻഷിയേറ്റ് ചെയ്യണത്. എങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്? എനിക്ക് ഇക്വേഷൻ നമ്പർ 1ലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. അപ്പോൾ വി ഡാഷ് ഓഫ് എക്സ് വൈ എന്താ വരിക? വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x പ്ലസ് 5 ഡാഷ് ഓഫ് വൈ എന്ന് വരും. 2x പ്ലസ് 5 ഡാഷ് ഓഫ് വൈ എന്ന് വരും. ഞാൻ ഈ ഇക്വേഷനെ ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്നും ഈ ഇക്വേഷൻ നമ്പർ 4 എന്നും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വി ഡാഷ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ ഞാൻ ഇതിനെ ശരിക്കും വി വൈനെ വിളിക്കേണ്ടുള്ളൂ.
അപ്പോൾ ശരി, അങ്ങനെ തന്നെ വിളിക്കാം. വി വൈ എന്ന് വിളിച്ചു. ഇനി ഒന്ന് നോക്കൂ, ഇവിടെ ഇക്വേഷൻ 4ഉം ഇക്വേഷൻ 1ഉം തമ്മിലൊന്ന് കമ്പയർ ചെയ്യുക. ബൈ കമ്പയറിങ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 4. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 4ഉം കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താ കിട്ടണമെന്ന് നോക്കൂ. വി വൈ എന്ന് പറയുന്നത് 2x-ഉം വി വൈ എന്ന് പറയുന്നത് 2x പ്ലസ് 5 ഡാഷ് ഓഫ് y ആണ് എന്നാണ് പറയണത്. അല്ലേ? ഇവിടെ നോക്കൂ ഒന്ന്. ആ ഇക്വേഷൻ പ്രകാരം ഇവിടെ ഒരു 2x ഉണ്ട്, ഇവിടെയും ഒരു 2x ഉണ്ട്. അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റിന് പകരം ഇവിടെ ആരും ഇല്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യം എന്താ? കോൺസ്റ്റന്റ് 0 ആണ് അല്ലേ? അപ്പോൾ അത് എഴുതാം. 5 ഡാഷ് ഓഫ് y എന്തായിട്ട് മാറി? അപ്പോൾ അവിടെ 0 ആയി. അപ്പോൾ 5 ഡാഷ് ഓഫ് y 0 ആണെങ്കിൽ 5 ഓഫ് y എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ഒരു ഡെറിവേറ്റീവ് 0 ആണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്താവണം? കോൺസ്റ്റന്റ് ആവണ്ടേ? അതുകൊണ്ട് ഞാൻ അതിനെ എന്തെന്ന് വിളിച്ചു? സി എന്ന് വിളിച്ചു. ഇനി നമുക്ക് ആവശ്യം ആരേനെ? വി എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ്. ആസ് വി നോ ഫ്രം ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 3ൽ വി ഓഫ് എക്സ് കോമ വൈ ആരാന്നാ പറഞ്ഞിരിക്കണേ? വി ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് 2yx പ്ലസ് 5 ഓഫ് വൈ ആണ്. അപ്പോൾ ആ 5 ഓഫ് വൈന് പകരം നമ്മൾ ആരെ ഇട്ട് കൊടുക്കണം? ആരായിരുന്നു 5 ഓഫ് വൈ എന്ന് പറയുന്നത്? 5 ഓഫ് വൈ സി ആണെന്ന് കിട്ടിയില്ലേ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? 5 ഓഫ് വൈ എന്ന് പറയുന്നത് സി ആയതുകൊണ്ട് ഫ്രം ഇക്വേഷൻ നമ്പർ 3 വി ക്യാൻ റൈറ്റ് വി ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു വി ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു 2yx പ്ലസ് സി. എഴുതിക്കൂടെ? ഇനി പറഞ്ഞു നമ്മളുടെ ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു? ആസ് വി ഹാവ് അവർ അനലിറ്റിക് ഫംഗ്ഷൻ ഈസ് ഇൻ ദ ഫോം എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി അല്ലേ? എഫ് ഓഫ് സെഡ് എന്ന് പറയണത് അനലിറ്റിക് ആയിരുന്നു. എഫ് ഓഫ് സെഡ് എന്ന് പറയണത് യു പ്ലസ് ഐ വി എന്നുള്ള രൂപത്തിലാണെങ്കിൽ യു എന്ന് പറയണത് ആരായിരുന്നു? നമ്മുടെ ചോദ്യത്തിന് പ്രകാരം അത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആയിരുന്നു. പ്ലസ് ഐ ഇൻറ്റു വി ആരാന്നപ്പോൾ കിട്ടിയത്? 2yx പ്ലസ് സി എന്ന് കിട്ടി. സോ ദിസ് ഈസ് അവർ ഹാർമോണിക് വി ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് ആര്? വി ഓഫ് എക്സ് കോമ വൈ ആണ് ആര്? ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഇനി ആ സി വേണമെങ്കിൽ കണ്ടുപിടിക്കാട്ടോ. ഏതെങ്കിലും ഇനീഷ്യൽ കണ്ടീഷൻസ് എന്തെങ്കിലും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സി ഇഫ് ഇറ്റ് ഇസ് പ്രൊവൈഡഡ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. താങ്ക് യു.